നമസ്കാരം. ആസൂത്രണം ഇന്ത്യയിൽ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി പി.സി. മഹലനോബിസ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി പി.സി. മഹലനോബിസ്. ദേശീയ ആസൂത്രണ സമിതി എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ മേഘ്നാഥ് സാഹ. ദേശീയ ആസൂത്രണ സമിതി എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ മേഘ്നാഥ് സാഹ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ (NDC) നിലവിൽ വന്നത് 1952 ഓഗസ്റ്റ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ (NDC) നിലവിൽ വന്നത് 1952 ഓഗസ്റ്റ്. പഞ്ചവത്സര പദ്ധതിക്ക് രൂപം നൽകുന്നത് NDC. പഞ്ചവത്സര പദ്ധതിക്ക് രൂപം നൽകുന്നത് NDC. NDCയുടെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. NDCയുടെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നത് 1965. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നത് 1965. ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദ. ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദ. ഏറ്റവും കൂടുതൽ കാലം ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഗുൽസരിലാൽ നന്ദ. ഏറ്റവും കൂടുതൽ കാലം ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഗുൽസരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷനെ നിയമിക്കുന്നത് ക്യാബിനറ്റ്. ആസൂത്രണ കമ്മീഷനെ നിയമിക്കുന്നത് ക്യാബിനറ്റ്. ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ചത് ഇന്ദിരാഗാന്ധി. ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ചത് ഇന്ദിരാഗാന്ധി. ആസ്ഥാനം യോജന ഭവൻ, ന്യൂഡൽഹി. ആസ്ഥാനം യോജന ഭവൻ, ന്യൂഡൽഹി. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷൻ. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷൻ. പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ രചിച്ചത് M. വിശ്വേശ്വരയ്യ. പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ രചിച്ചത് M. വിശ്വേശ്വരയ്യ. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക അഡ്വൈസറി സ്വഭാവമുള്ള സ്ഥാപനമായിരുന്നു. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സ്വഭാവമുള്ള സ്ഥാപനമായിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. അവസാനത്തെ ഉപാധ്യക്ഷൻ മോണ്ടേക് സിംഗ് അലുവാലിയ. അവസാനത്തെ ഉപാധ്യക്ഷൻ മോണ്ടേക് സിംഗ് അലുവാലിയ. ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടത് 2014 ഓഗസ്റ്റ് 17. ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടതെന്ന് 2014 ഓഗസ്റ്റ് 17. നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന സംവിധാനം നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന സംവിധാനം നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന് പകരമായി വന്നത് ഗവേണിംഗ് കൗൺസിൽ. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന് പകരമായി വന്നത് ഗവേണിംഗ് കൗൺസിൽ. നീതി ആയോഗിന്റെ ഭരണസമിതിയാണ് ഗവേണിംഗ് കൗൺസിൽ. നീതി ആയോഗിന്റെ ഭരണസമിതിയാണ് ഗവേണിംഗ് കൗൺസിൽ. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് നീതി ആയോഗ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് നീതി ആയോഗ്. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. നീതി ആയോഗിന്റെ പ്രഥമ അധ്യക്ഷൻ നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ പ്രഥമ അധ്യക്ഷൻ നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി. നീതി ആയോഗിന്റെ ആദ്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിന്ധുശ്രീ ഖുള്ളർ. നീതി ആയോഗിന്റെ ആദ്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിന്ധുശ്രീ ഖുള്ളർ. നീതി ആയോഗിന്റെ സിഇഒയെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി. നീതി ആയോഗിന്റെ സിഇഒയെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി. നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ജനറൽ. നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ജനറൽ. നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ. നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ. താങ്ക് യു.